ഹലോ ഓൾ, വെൽക്കം ബാക്ക് ടു സിമ്പിൾ ഫിലിമി. അപ്പോൾ നമ്മുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ സംസാരിക്കാൻ പോകുന്നത് അഭിനവ് സുന്ദർ നായക് എഴുതി മോഹൻലാലിന് ശേഷം അടുത്ത തിയേറ്റർ റിലീസായിട്ട് വരുന്ന ഇന്ന് തിയേറ്ററിൽ എത്തിയിട്ടുള്ള മോളിവുഡ് ടൈംസ് എന്ന് പറയുന്ന സിനിമയെ പറ്റിയാണ്. സിനിമ എങ്ങനെയുണ്ടായിരുന്നു ഒറ്റ വാക്കിൽ എന്നോട് ചോദിച്ചാൽ എനിക്ക് ഭയങ്കരമായിട്ട് വർക്കായിട്ടുള്ള ഒരു സിനിമയാണ്. എനിക്ക് ആകെ ഈ സിനിമയിൽ ഒരു നെഗറ്റീവേ തോന്നിയിട്ടുള്ളൂ. ആ നെഗറ്റീവ് നമുക്ക് ആദ്യം പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യാം. അതാകുമ്പോൾ നമുക്ക് ബാക്കിയുള്ള എല്ലാം എനിക്ക് പറയാനുള്ള പോസിറ്റീവ്സ് ആണ്. എനിക്ക് നെഗറ്റീവായിട്ട് തോന്നിയിട്ടുള്ള ഒരേ ഒരു കാര്യം എന്ന് വെച്ചാൽ സെക്കൻഡ് ഹാഫിലെ ലെങ്ത് ഒരു കുറച്ചും കൂടെ ഒന്ന് കട്ട് ഡൗൺ ചെയ്ത് ഒന്നും കൂടെ ഷോർട്ട് ആക്കായിരുന്നു എന്നൊരു ഒരു ഒരു ഒപ്പീനിയൻ എനിക്കുണ്ട്. സിനിമ എന്ന് പറയുന്നത് അത് ഡയറക്ടർ ഇന്റന്റ് ചെയ്തിട്ടുള്ള അതേ രീതി തന്നെ, അയാളെ വിഷ്വലൈസ് ചെയ്തിട്ടുള്ള അതേ രീതി തന്നെ വരണം എന്നുള്ളതാണ്. ബട്ട് സ്റ്റിൽ ആസ് ആൻ ഓഡിയൻ എനിക്ക് സെക്കൻഡ് ഹാഫിൽ ഒരു കുറച്ച് ലെങ്ത് കൂടി പോയില്ലേ എന്നുള്ളൊരു തോട്ടുണ്ട്. അങ്ങനെ എനിക്ക് തോന്നി. അതർ ദാൻ ദാറ്റ് ഈ സിനിമ എനിക്ക് ഭയങ്കരമായിട്ട് വർക്കായിട്ടൊരു സിനിമയാണ്. എനിക്കൊരു അടിപൊളി തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു. ഇതിൽ കുറേ കാര്യങ്ങൾ എടുത്തു പറയാനുണ്ട്. ഈ സിനിമയുടെ VFX കൈകാര്യം ചെയ്തിരിക്കുന്ന ടീം, അത് ഞാൻ നോട്ട് ചെയ്യാൻ വിട്ടുപോയി, അതെനിക്ക് കറക്റ്റായിട്ട് അറിഞ്ഞോളൂ. പക്ഷെ ആരായാലും ദേ ഹാവ് ഡൺ എ ഫെന്റാസ്റ്റിക് ജോബ്. അടിപൊളി വർക്കായിരുന്നു. എസ്പെഷ്യലി ഇതിൽ കുറച്ച് എന്താ പറയുക, ഇതിന്റെ മൊത്തത്തിലുള്ള വിഷ്വൽ ഡിപ്പാർട്ട്മെന്റ് മൊത്തത്തിൽ അടിപൊളിയായിരുന്നു. കാരണം ഇതിൽ കുറച്ച് കിഡിലും ഷോട്ടുകളുണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ട്രാക്ക് ആൻഡ് റോളിൽ വെച്ചിട്ടുള്ള മാതിരി ഒരു 360 ഡിഗ്രി കറങ്ങി വരുന്നൊരു ഷോട്ടുണ്ട്. അങ്ങനത്തെ കുറച്ച് കിഡിലും ഷോട്ടുകൾ ഈ സിനിമയിലുണ്ട്. അത് അടിപൊളിയാണ്. സിനിമാറ്റോഗ്രാഫി കൈകാര്യം ചെയ്തിരിക്കുന്ന വിശ്വജിത്ത് ഒടുക്കത്തിലാണ്. നമ്മുടെ വിനീത് ശ്രീനിവാസൻ സ്കൂൾ ഉള്ള ആളാണ്. അപ്പം ഹൃദയമൊക്കെ മൂപ്പരായിരുന്നു വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ സിനിമയുടെ എന്താ പറയുക, പ്രധാന പോസിറ്റീവായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള പെർഫോമൻസസ് ആണ്. പെർഫോമൻസസ് എന്ന് പറയുമ്പം നസ്ലിൻ ലിറ്ററലി ഞെട്ടിച്ചു കളഞ്ഞു. ആൾക്ക് ഫീൽ ചെയ്യുന്ന ഇമോഷൻസും അതുപോലെ തന്നെ ആൾക്ക് നേരിടേണ്ടി വരുന്ന ഒരു എന്താ പറയുക, ഇൻഡസ്ട്രിയിൽ നിന്ന് തന്നെയുള്ള ആ ഒരു എന്താ പറയുക, പലതരത്തിലുള്ള ചതികളും അല്ലെങ്കിൽ അത് പലതരത്തിലുള്ള മാറ്റി നിർത്തലുകളും ആ സമയത്തൊക്കെ നസ്ലിൻ കടന്നു പോകുന്ന ആ ഒരു ഇമോഷൻ കറക്റ്റായിട്ട് കണ്ടിരിക്കുന്ന ഓഡിയൻ അത് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. നസ്ലിന്റെ ഗംഭീര പ്രകടനമായിരുന്നു. അടിപൊളി എന്താ പറയുക, നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു നസ്ലിൻ്റെത്. വൺ ഓഫ് ഇറ്റ്സ് ബെസ്റ്റ് എന്ന് നമുക്ക് കണ്ണടച്ച് പറയാൻ പറ്റുന്ന ഒരു പെർഫോമൻസ് ആയിരുന്നു. പിന്നെ പറയാനുള്ള പ്രധാനപ്പെട്ട പെർഫോമൻസ് ആണ് ഈ സിനിമയിൽ കുറച്ച് ക്യാമിയോസ് വരുന്നുണ്ട്. ഏത് സ്കൂളിൽ നിന്നാണ് ഈ ഡയറക്ടർ വരുന്നതെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ക്യാമിയോസ് വന്നപ്പോൾ അത്ര സർപ്രൈസിങ് ആയിരുന്നില്ല. പക്ഷേ ആ ക്യാമിയോസ്, ആ പെർട്ടിക്കുലർ ക്യാരക്ടേഴ്സ് നല്ല രസമായിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. നല്ല രസത്തിൽ കടന്നു പോകുന്ന രണ്ട് ക്യാമിയോസ് ഈ സിനിമയിലുണ്ട്. പിന്നെ ഈ സിനിമയിൽ എടുത്തു പറയേണ്ട പെർഫോമൻസ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുള്ളത് നമ്മുടെ റോഷൻ ഷാനവാസ് ഉണ്ട്. നമ്മുടെ ആവേശത്തിലേക്ക് ഉണ്ടായിരുന്നു. പുള്ളിയുടെ ഒരു അടിപൊളി പെർഫോമൻസ് ഈ സിനിമയിലുണ്ട്. പുള്ളിയുടെ ക്യാരക്ടർ ആർക്ക് നല്ല രസമാണ്. ബിഗിനിങ് ടു എൻഡ് ഈ നായകന്റെ കൂടെ ട്രാവൽ ചെയ്യുന്ന ഒരാളാണ്. പുള്ളിയുടെ ക്യാരക്ടറും അത് നല്ലോണം എഴുതിയിട്ടും ഉണ്ടായിരുന്നു. അതിന്റെ പെർഫോമൻസും നന്നായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതേപോലെ സിനിമയിൽ ഒരുപാട് പേരുണ്ട്. കാരണം നമ്മുടെ അലക്സാണ്ടർ പ്രശാന്ത് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഷറഫുദ്ദീൻ നല്ലൊരു ക്യാരക്ടർ ഉണ്ട്. ജഗദീഷ് ഏട്ടൻ സ്റ്റാർട്ടിങ്ങിൽ ഞെട്ടിച്ചിട്ടുണ്ട്. ഒരു ഇടിവെട്ട് ക്യാരക്ടർ, അത് ഭയങ്കര ആ ഒരു ക്യാരക്ടറിന്റെ ഫുൾ ഇന്റൻസിറ്റിയിൽ ജഗദീഷ് ഏട്ടൻ അത് പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കലക്കം ക്യാരക്ടറായിരുന്നു. പിന്നെ എന്താ പറയുക, ഒരുപാട് ബിനു പപ്പു ഒരു സീനിൽ വന്നു പോകുന്നുണ്ട്. പിന്നെ അതേമാതിരി തന്നെ നമ്മുടെ കുറെ അധികം നല്ല കുറച്ചധികം നല്ല എല്ലാ പെർഫോമൻസിലൊന്നും നമുക്കൊരു മോശം പറയാനില്ല. പിന്നെ ഈ സിനിമയിൽ എടുത്തു പറയേണ്ട ഒരു പെർഫോമൻസ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് രാജേഷ് മാധവന്റെ പെർഫോമൻസ് ആണ്. രാജേഷ് മാധവൻ ഒരു ഫിലിം റിവ്യൂവർ, ഒരു ക്രിട്ടിക്കായിട്ടാണ് ആളിതിൽ ആക്ട് ചെയ്തിരിക്കുന്നത്. എനിക്ക് തോന്നിയത് അതിന്റെ ഒരു ബേസിക് റെഫറൻസ് എന്ന് പറയുന്നത്, നമ്മുടെ എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ബോക്സ് ഓഫീസ് കൊണ്ടുള്ള പണ്ടൊരു പരിപാടി ഉണ്ടായിരുന്നു ഇന്ത്യ വിഷൻ എന്നുള്ള ചാനലിൽ. ആ ചാനലിൽ ഇന്ന് നമ്മുടെ ഇന്റർവ്യൂറും ക്യൂ സ്റ്റുഡിയോന്റെ എന്താ പറയുക ഹെഡൊക്കെ ആയിട്ടുള്ള നമ്മുടെ മനീഷ് നാരായണൻ പണ്ട് ബോക്സ് ഓഫീസ് എന്ന് പറഞ്ഞൊരു ഫിലിം റിവ്യൂ ചെയ്യുന്നുണ്ടായിരുന്നു. എനിക്ക് അതേ മാനസമാണ് എനിക്ക് ഇവിടെ ഫീൽ ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ സിനിമയിൽ എനിക്ക് എടുത്തു പറയേണ്ട ഒരു പോസിറ്റീവായിട്ട് ഫീൽ ചെയ്തിട്ടുള്ളത് ജേക്സ് ബിജോയുടെ മ്യൂസിക് ആണ്. അതിപ്പോ വന്ന് ഏത് സിനിമയാണെങ്കിലും ജേക്സ് ബിജോ വർക്ക് ചെയ്തിട്ടുള്ള സിനിമയാണെങ്കിൽ അത് കാണാനായിട്ട് നമുക്കൊരു പ്രത്യേക എന്താ പറയുക, നമുക്കൊരു ആവേശമാണ്. കാരണം ഭയങ്കര കിടിലം വർക്കാണ് പുള്ളിയുടെ എല്ലാ സിനിമകളും വന്നുകൊണ്ടിരിക്കുന്നത്. ഭയങ്കര പ്രോമിസിംഗ് ആയിട്ടുള്ള ഒരു മ്യൂസിക് ഡയറക്ടറാണ് കക്ഷി. ആളുടെ ഒരു ട്രാക്കും ഉണ്ട്. അതുപോലെ തന്നെ BGM എല്ലാം അടിപൊളിയായിരുന്നു. ഭയങ്കര സബ്റ്റിലാണ്. കാരണം വെച്ചാൽ ഒട്ടും എന്താ പറയുക, ഭയങ്കര ഓവർ ആവാതെ ഇമോഷനെ വല്ലാണ്ടങ്ങ് പൊക്കിക്കൊണ്ട് പോകാതെ എന്ന് പറഞ്ഞാൽ ആ സീനിൽ എന്താണോ അതിന്റെ ഒരു ബേസിക് ഇമോഷൻ അത് മാത്രം കൺവേ ചെയ്ത് ഒരുപാട് സിനിമാറ്റിക് ആവാതെ ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ട് BGM വർക്ക് ചെയ്തിട്ടുണ്ട്. അത് ഭയങ്കര രസമായിരുന്നു. തിയേറ്ററിലെ എക്സ്പീരിയൻസ് നല്ല രസമുണ്ടായിരുന്നു. പിന്നെ എന്താ പറയുക, ഈ സിനിമയുടെ പിന്നെ മൊത്തത്തിലുള്ള ഒരു വിഷ്വൽ ഡിപ്പാർട്ട്മെന്റ് മൊത്തത്തിൽ അടിപൊളിയാണ്. ഇതിനിപ്പം VFX ആണെങ്കിലും ആർട്ട് ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിലും സിനിമാറ്റോഗ്രഫി ആണെങ്കിലും എല്ലാം മൊത്തത്തിലുള്ള വിഷ്വൽ ഡിപ്പാർട്ട്മെന്റ് മൊത്തത്തിൽ കിടിലോട്ട് വർക്ക് ചെയ്ത പോലെയാണ് തോന്നുന്നത്. ആർട്ട് ഡിപ്പാർട്ട്മെന്റ് കാര്യം പ്രത്യേകം എടുത്തു പറയുമ്പോൾ ഇതിൽ 2000s കാലഘട്ടമാണ് ഈ സിനിമയിൽ ആദ്യം നമ്മൾ കാണിക്കുന്നത്. അപ്പൊ ആ കാലത്ത് യൂസ് ചെയ്തിരുന്ന ഗാഡ്ജറ്റ്സ്, അതേപോലെ തന്നെ എന്താ പറയാ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പം അതിനകത്ത് വരുന്ന TV, പഴയ CRT പെട്ടി TV, അതേപോലെ തന്നെ സോണിയുടെ വൈയോ ലാപ്പ്, അങ്ങനെ ഒരുപാട് എന്ന് വെച്ചാൽ ആ ഒരു പീരീഡ് ഓഫ് ടൈമിൽ നമ്മൾ യൂസ് ചെയ്തിരുന്ന DTS, അതെല്ലാവരും ഇങ്ങനെ ഞാനിതിന്റെ ഈ പറഞ്ഞ മാതിരി അത് വന്നപ്പോൾ ഭയങ്കര നൊസ്റ്റാൾജിക് ആയിരുന്നു. തിയേറ്ററിൽ ആ ഒരു DTSന്റെ
ആനിമേഷൻ പ്ലേ ചെയ്യുന്ന സമയത്ത് അതിന്റെ സൗണ്ടും ഭയങ്കര നൊസ്റ്റാൾജിക് ആയിരുന്നു. അപ്പൊ അങ്ങനെ 90s കിഡ്സിനെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറെ കാര്യങ്ങൾ ഈ സിനിമയിലുണ്ട്. അതെല്ലാം പ്ലേസ് ചെയ്തിരിക്കുന്ന ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ടായിരുന്നു. പിന്നെ ഈ സിനിമയുടെ എഴുത്തിനെ പറ്റി പറയുവാണെങ്കിൽ ഡയറക്ടറായിട്ടുള്ള അഭിനവ് സുന്ദർ നായക് തന്നെയാണ് ഈ സിനിമ എഴുതിയിരിക്കുന്നത്. എന്താ പറയാ, ഒരു രക്ഷയില്ല ആളുടെ റൈറ്റിംഗ്. മൊത്തത്തില് ഒരു 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 എന്താ പറയാ, ഒരു അറഗന്റ് ആറ്റിറ്റ്യൂഡാണ്. അതായത് ഇതിൽ ഡയലോഗ്സ് ഒക്കെ പ്ലേസ് ചെയ്തിരിക്കുന്നതാണെങ്കിൽ പോലും പ്രോപ്പറായിട്ട് ഭയങ്കര എന്ന് വെച്ചാൽ അനാവശ്യമായിട്ടുള്ള മറ്റേ ഫിൽട്ടറിങ്ങോ അല്ലെങ്കിൽ അനാവശ്യമായിട്ടുള്ള മ്യൂട്ടിങ്ങോ അങ്ങനെ ഒന്നും ഇല്ലാണ്ട് റോ ആയിട്ടാണ് ഇതിൽ മൊത്തത്തിലുള്ള ഡയലോഗ്സ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അതിപ്പം തെറിയാണെങ്കിൽ തെറി പറയേണ്ട സിറ്റുവേഷൻ ആണെങ്കിൽ തെറി തന്നെ പറയുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ഡയലോഗുകൾ ഈ സിനിമയിലുണ്ട്. മൊത്തത്തിൽ എനിക്ക് ഇതിന്റെ മേക്കിംഗ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നമ്മൾ മുകുന്ദനുണ്ണിയിൽ കണ്ടിട്ടുള്ള സെയിം കൈൻഡ് ഓഫ് മേക്കിംഗ് തന്നെയാണ്. കാരണം ഈ സിനിമയിൽ അനിമേഷൻസ് യൂസ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ സിനിമയിൽ ഇന്നർ വോയിസസ് ഇതിൽ പ്ലേസ് ചെയ്തിരിക്കുന്നത് അതൊക്കെ ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ടാണ്. നമ്മൾ മുകുന്ദനുണ്ണിയിൽ ഓൾറെഡി കണ്ടതാണ്. മുകുന്ദനുണ്ണിയുടെ ഓരോ ഇമോഷൻസും അതിന്റെ ഇന്നർ വോയിസിൽ അത് ഭയങ്കര രസമായിട്ട് സിനിമയിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതുപോലെ തന്നെ ഈ സിനിമയിലും അത് പ്രോപ്പറായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനത്തെ എന്താ പറയാ, ഒരു പെർട്ടിക്കുലർ പെക്യൂലിയർ കൈൻഡ് ഓഫ് ഫിലിം മേക്കിംഗ് ആണ് ഈ അഭിനവ് സുന്ദർ നായകിന്റെ ഫിലിമോഗ്രഫിയിൽ മൊത്തം. ഇപ്പൊ 2 സിനിമ ഡയറക്ട് ചെയ്തിട്ടുള്ള ആ 2 സിനിമയിൽ നമുക്ക് കാണാൻ പറ്റിയിട്ടുള്ളത് ഭയങ്കര ഒരു പെക്യൂലിയർ ആണ് ആളുടെ ഫിലിം മേക്കിംഗ്. ഞാൻ ആക്ച്വലി ഒരു ഫാനാണ്. കാരണം എനിക്ക് മുകുന്ദനുണ്ണി തിയേറ്ററിൽ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സിനിമയായിരുന്നു. ഈ സിനിമയും എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ട ഒരു സിനിമ തന്നെയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ആളുടെ 3ാമത്തെ സിനിമ ഇതുപോലെ എനിക്കായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ ഈ സിനിമയിൽ എഡിറ്റിങ്ങിലോട്ട് വരികയാണെങ്കിൽ നിതിൻ രാജ് അരോൾ സംതിങ് അങ്ങനത്തെ ഒരാളും പിന്നെ ഡയറക്ടറായിട്ടുള്ള ഈ പറഞ്ഞ അഭിനവ് സുന്ദർ നായകനോടെ ചേർന്നാണ് ഈ സിനിമ എഡിറ്റ് ചെയ്തിരിക്കുന്നത്. എന്താ പറയാ, എനിക്ക് അവിടെ മാത്രമാണ് ഈ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ കുറച്ചധികം ലെങ്ത് കൂടുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ആകെ തോന്നിയ ഒരു നെഗറ്റീവ് എന്ന് പറയാൻ അതാണ്. പിന്നെ എന്താ പറയാ, ഭയങ്കര ഡെയറിംഗ് ആയിട്ടുള്ള ഒരു അറ്റംപ്റ്റ് ആണത്. ആസ് മുകുന്ദനുണ്ണി എങ്ങനെയാണോ ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ ഈ സിനിമയും മുകുന്ദനുണ്ണിയിൽ നമ്മൾ കണ്ടത് ഒരു എന്താ പറയാ, ഒരു ഇൻഷുറൻസ് തട്ടിപ്പ് അതുമായിട്ടുള്ള ക്രൈമും കാര്യങ്ങളെല്ലാം ആയിരുന്നെങ്കിലും ഈ സിനിമയിലേക്ക് വരുമ്പോൾ സിനിമയെ പറ്റിയുള്ളൊരു സിനിമയാണ്. അതായത് മലയാള സിനിമ അല്ലെങ്കിൽ മോളിവുഡിൽ എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ ഒരുപാട് സിനിമകൾ ഇറങ്ങി മോളിവുഡിൽ ഫെയിൽ ആവുന്നുണ്ടായിരുന്നു. പച്ചക്ക് പറയുകയാണെങ്കിൽ മോളിവുഡിൽ ഒരുപാട് സിനിമകൾ ഇറങ്ങി മലയാളത്തിൽ പൊട്ടുന്നുണ്ട്. അപ്പം ഈ പൊട്ടുന്ന പടങ്ങളിൽ നിന്ന് ഈ പ്രൊഡ്യൂസേഴ്സ് എന്ത് കണ്ടിട്ടാണ് ഈ സിനിമ എടുക്കുന്നത്, അല്ലെങ്കിൽ ഇവർക്ക് തന്നെ അറിഞ്ഞുകൂടെ ഈ സിനിമ ഇറങ്ങുമ്പോൾ ഇത് പൊട്ടും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞുകൂടെ എന്നൊക്കെയുള്ള നമുക്ക് സംശയങ്ങൾ ഒരുപാട് ഇങ്ങനെ വരുമല്ലോ. എനിക്ക് സംശയം വന്നിട്ടുണ്ട്. കാരണം എന്ത് കണ്ടിട്ടാണ് ഇവർ ഈ സിനിമയൊക്കെ എടുക്കുന്നത്, ഈ സിനിമയൊക്കെ പൊട്ടുമെന്ന് ഇവർക്ക് കണ്ടാൽ തന്നെ അറിഞ്ഞുകൂടെ എന്നൊക്കെ നമുക്ക് തോന്നും. അങ്ങനത്തെ ഒരുപാട് ചോദ്യങ്ങൾക്ക് ഒരു എന്താ പറയാ, ഒരു ഉത്തരം തരുന്ന പോലത്തെ കുറച്ച് സീക്വൻസ് ഉണ്ട്. ആക്ച്വലി ഇത് ഭയങ്കര ഡെയറിങ് അറ്റംപ്റ്റ് ആണ്. കാരണം അത് എന്താ പറയാ, ഒരുപാട് ആൾക്കാർ അതുകൊണ്ട് കൊള്ളാനുള്ള ആൾക്കാർക്കൊക്കെ ഈ സിനിമ നല്ലപോലെ കൊള്ളും. അത് നമുക്ക് സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അത്രയും ഡെയറിംഗ് ആയിട്ടാണ് ഈ സിനിമ ആൾ എടുത്തിരിക്കുന്നത്. ആൻഡ് ഹാറ്റ്സ് ഓഫ് ടു ദി പ്രൊഡ്യൂസർ. ആഷിഖ് ഉസ്മാനാണ് ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഇത്രയും ഒരു ഡെയറിംഗ് അറ്റംപ്റ്റ് കൂടെ നിന്ന് അതിന് ഫുൾ സപ്പോർട്ട് കൊടുത്ത പ്രൊഡ്യൂസറും നല്ലൊരു അഭിനന്ദനം അർഹിക്കുന്നുണ്ട്. മൊത്തത്തിൽ സിനിമ എനിക്ക് നല്ലപോലെ തിയേറ്ററിൽ ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. ഏറ്റവും നല്ല വിഷ്വൽ ഔട്ട്പുട്ട് കിട്ടുന്ന ഒരു തിയേറ്റർ, വിഷ്വൽ ഓഡിയോ ഔട്ട്പുട്ട് കിട്ടുന്ന നല്ലൊരു തിയേറ്ററിൽ തന്നെ കാണാൻ ശ്രമിക്കുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. അപ്പൊ ശരി, ഇനി അടുത്തൊരു സിനിമയുടെ വീഡിയോ കാണുമ്പോൾ ബൈ.